ഹലോ, വെൽക്കം ബാക്ക്. പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. സ്ട്രീറ്റിലൊക്കെ തയ്യാറാക്കുന്ന അതുപോലെയുള്ള സെയിം ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. സ്ട്രീറ്റിൽ തയ്യാറാക്കുന്ന ബിരിയാണി എന്ന് പറയാൻ കാരണം ഞാനിത് അങ്ങനെ ഒരു സ്ട്രീറ്റിൽ തയ്യാറാക്കുന്നത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ്. നിങ്ങളും എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഇഷ്ടമായില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു കപ്പിന് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ റൈസ് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അരിയൊക്കെ സോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മാക്സിമം ഒരു 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ സോക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഞാനിപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിലേക്ക് ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ബിരിയാണി മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പച്ചമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നടുതെ കീറൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബിരിയാണിക്ക് എനിക്കിവിടെ എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള 2 തക്കാളി മിക്സഡ് ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മട്ടൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 2 കപ്പ് വെള്ളമാണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കി 2 കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മട്ടൻ കുക്ക് ചെയ്തെടുത്ത സമയത്ത് അതിൽ ഉപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അരിയൊക്കെ കുക്കായി തുടങ്ങുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മട്ടൺ കുക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ദമ്മിട്ട് എടുക്കണം. ഞാനിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ എനിക്ക് ദമ്മിടാൻ സുഖമാണ്. കുക്കർ മൂടി വെച്ചാൽ മതി. നിങ്ങൾ ചെമ്പിലൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈഡ് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിസിലെല്ലാം പോയി നമ്മൾ റൈസൊക്കെ പാകത്തിന് വേവായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാകത്തിൽ നമ്മൾ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതി കുക്കറിൽ ചെയ്യുന്നവർ. അപ്പോഴേക്കും പാകത്തിന് വേവായി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഇതുപോലുള്ള നമ്മൾ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.